ഷാദു സുന്ദർ സിംഗ് തന്റെ പുസ്തകത്തിലേക്ക് എഴുതി. ഷാദു സുന്ദർ സിംഗ് എന്നൊരുവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചാബിൽ ലുധിയാനയിൽ ജീവിച്ച ആ ഒരു ബാല്യക്കാരൻ, ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ സുന്ദർ സിംഗ്. അവന്റെ ചെറുപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ആത്മാവ് തോന്നിച്ചോട് പറയുക. ഷാദു സുന്ദർ സിംഗ് എന്ന് പറയുന്നവർ ഷാദു സുന്ദർ സിംഗ് ആയിത്തീർന്നത് വളരെ ധനാഢ്യനായ പഞ്ചാബി ആയിരിക്കുന്ന ഒരു കർഷകന്റെ മകനാണ് സുന്ദർ സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ ബോർഡിങ്ങിൽ ആണ് പഠിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് 1800-കളിലാണ്, ഇപ്പോഴൊന്നുമല്ല, 100-150 വർഷങ്ങൾക്ക് മുമ്പ്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവന്റെ അമ്മ, വളരെ പ്രിയപ്പെട്ട മമ്മി, മരിച്ചു. അവന്റെ ജീവിതത്തിൽ അമ്മയെ ഏറ്റവും അധികം സ്നേഹിച്ചത് അവന്റെ അമ്മയാണ്. നിരാശനായി ആ കാലഘട്ടത്തിൽ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ പലപ്പോഴും മിഷണറിമാർ വരികയും ബൈബിൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും അവന് വാങ്ങിയെങ്കിലും വീട്ടുകാർ പറഞ്ഞത് സൂക്ഷിക്കരുത്, കത്തിച്ച് കളറുകൊണ്ട് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ നിരാശ ആയി അവന്. നിരാശയാക്കാൻ അമ്മ മരിച്ചു. സ്നേഹമില്ല, അൻപ് അറിഞ്ഞുകൂടാതെ അവൻ നിരാശനായി ആത്മഹത്യയെ തീരുമാനിച്ചു. അവൻ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. അവരുടെ പഞ്ചാബികളുടെ ഗുരു നാനാക്ക്, അവരുടെ ഗുരുക്കളാണ് അവരുടെ ദൈവം, ഗുരുവാണ് നാനാക്ക് എന്ന് പറഞ്ഞ അനേക ഗുരുക്കൾ പറയും. ഇപ്പൊ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് ആ പഞ്ചാബി സിഖുകാർ. അപ്പൊ ആ പഞ്ചാബി ആള് പയ്യൻ എത്ര വയസ്സാണ്? 12-13 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ ഓർമ്മ, പുസ്തകം വായിച്ച മറന്നുപോയി, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകം. ആത്മഹത്യ തീരുമാനിച്ചു. എങ്ങനെ ആത്മഹത്യ? ട്രെയിൻ പോകുന്നുണ്ട് അവൻ താമസിക്കുന്ന ബോർഡിംഗ് സ്കൂളിന്റെ തൊട്ടടുത്തൂടെ ഒരു ട്രെയിൻ, ലുധിയാന എക്സ്പ്രസ് എന്നാണ് എൻ്റെ പേര്. ആ ട്രെയിൻ രാവിലെ 5 മണിക്ക് കൃത്യം അവന് കടന്നു പോകും. അമ്മയില്ല, അപ്പന്റെ സ്നേഹം അവൻ അറിയത്തില്ല. എല്ലാവരും അവന് ഇഷ്ടമില്ല, അവന്റെ ദുഃഖമായി. അവൻ ആത്മഹത്യ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യുമ്പം നല്ലവരെ വയ്ക്കട്ടെ. അതിനുവേണ്ടി അവൻ രാവിലെ കുളിച്ച് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. 5 മണിക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ ആരും അറിയാതെ അതിന് മുമ്പ് ചാടണം. അതിനു മുമ്പ് അവൻ അവൻ്റെ മുറിക്കകത്ത് തയ്യാറായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുക. അവൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ആത്മഹത്യ ചെയ്യാൻ അല്പ നിമിഷങ്ങൾ മാത്രം ബാക്കി വെച്ചവരിക്കുമ്പോൾ അവൻ്റെ മുറിയിൽ അവൻ വളരെ ഉയരമുള്ള ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആ മനുഷ്യൻ അവൻ്റെ അടുത്ത് വന്നു. ഒരു മനുഷ്യൻ, അവൻ ആരാധനയില്ല. മനുഷ്യൻ അവനോട് അവൻ്റെ ദേഹത്ത് തൊട്ട് അവൻ ഇടപെട്ടു. എന്താ സംസാരിച്ചൊന്നും പറ്റുന്നില്ല. എനിവേ അവന്റെ അകത്ത് യേശു കടന്നു. യേശുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവൻ യേശുവിനോട് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. യേശുവിന്റെ വചനം അവനെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവൻ യേശുവിനായി അവിടെ ഉണ്ടായിരുന്ന ഒരു മിഷണറി അടുത്ത് പോയിട്ട് സ്നാനം ശ്രമിച്ചു. അവന്റെ സഹോദരി അറിഞ്ഞു ഇവൻ ഈ ക്രിസ്ത്യാനിയായി. അവർക്ക് ഏറ്റവും സങ്കടമായി. ആ നാട്ടിൽ, നമ്മുടെ നാട് പോലെ അല്ല, അവിടെ കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അന്ന് 1880-കളിൽ പഞ്ചാബിൽ ഒരു ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം കാര്യമാണ്. അവന്റെ സഹോദരി അവനെ കൊല്ലാൻ വിഷം കൊടുത്തു വന്നു വീട്ടിൽ വെച്ച്. ഒരു സഹോദരി വീട്ടിൽ അവരെ വിശേഷം അറിയിക്കാൻ പോയത്, അതാണ് സങ്കടമെടുത്ത് എന്ന് പറയുന്നത്. നല്ല സഹോദരി അവന് വിഷം കൊടുത്തു. അവൻ അവിടുന്ന് യാത്ര ചെയ്ത് പോവാം. അവന് ആ നാട്ടിലുള്ള ഒരു സത്രത്തിലൊക്കെ പോയി കിടന്നപ്പോൾ ആ സത്ര സൂക്ഷിപ്പുകാരൻ മനസ്സിലായി ഇവന് കഥ, ഇവനെ പറ്റി അറിയാം, ഏറ്റവും വലിയ മുതലാളിയുടെ മകൻ. ഇവന് വിഷം കൊടുത്തു എന്ന് ഈ സത്ര സൂക്ഷിപ്പുകാരൻ മനസ്സിലായി. സത്ര സൂക്ഷിപ്പുകാരൻ ഇവനെ എടുത്ത് അവിടെയുള്ള ഒരു ലോക്കൽ ഡോക്ടർ, അന്നത്തെ കാലത്ത് വൈദ്യൻ, ആ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു വിഷമാണ്. പക്ഷെ വൈദ്യൻ പറഞ്ഞു, ഞാനിന്ന് വിഷഹാരം കൊടുക്കുകയില്ല. കാരണം ഞാൻ വിഷഹാരം കൊടുത്തു പറഞ്ഞാൽ ആ ജമീന്ദാർ, ആ മുതലാളി തന്നെ കൊന്നുകളയുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനിന്ന് വിഷഹാരം കൊടുക്കുകയില്ല. ഈ രാത്രി വെളുപ്പിച്ചാൽ ഇവന്റെ കൂടെ ദൈവം ഞാൻ വിശ്വസിക്കാം. ആ രാത്രി അവൻ മരിച്ചില്ല. അടുത്ത പ്രഭാതത്തിൽ അവൻ വൈദ്യന് അവന് വിഷഹാരം കൊടുത്തു. അവൻ രോഗം വിട്ട് മാറി. 1900 ആരംഭത്തിൽ കോഴഞ്ചേരിയിൽ വന്ന് അവിടെ സുവിശേഷ പുസ്തകം നടത്തിയിട്ടുണ്ട്. ഈ സാധു പറഞ്ഞു വന്ന കാര്യമേ ഉള്ളൂ. ഒരുവന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്
യേശുവിന്റെ സാന്നിധ്യമാണ്. ആമേൻ. യേശു നമ്മുടെ അടുത്ത് വന്നാൽ, യേശു നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് വലിയ അനുഗ്രഹമായി തീരും ജീവിതത്തിൽ. കഴിഞ്ഞ ആഴ്ചയിലെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഷോളനെ വിളിച്ചു ചോദിച്ചു, സാറേ എന്താണ് എന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സങ്കീർത്തനത്തിനകത്തു നിന്നൊരു വചനം എന്നോട് ചോദിച്ചു, അവിടെ ഏത് സങ്കീർത്തനം വരുന്നത്? അതൊന്ന് വായിച്ച് മായ എടുത്തൊന്ന് വായിക്കാം, കയ്യിലൊട്ട പുസ്തകം ഇല്ലെങ്കിൽ ആരെങ്കിലും വായിച്ച്. 1-ാമത്തെ വാക്യം, സംഗീതം 141 1-ാമത് വചനം. ഹല്ലേലൂയ. എന്നോട് സാറേ എനിക്ക് സംശയം, കുഴപ്പമില്ല, 149 വായിച്ച്. 149 ഹല്ലേലൂയ. കർത്തருக்கு പുതുപ്പാട്ടை പാടുங்கள், പരിശുദ്ധവാന്കളിൻ സഭയിലെ അവരുടെ സ്തുതി വിളങ്ങുന്നു. വിശുദ്ധന്മാരെങ്ങനെയായി നമ്മൾ എന്നോട് ചോദിച്ചു. കാരണം ഷോൺ കണ്ടിരിക്കുന്നത് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധന്മാരാണ്. അതുകൊണ്ടാണ് ആത്മാർത്ഥത്തോട് ചോദിച്ചത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് സാറേ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുണ്ടായി? അത് വളരെ നല്ലൊരു ചോദ്യമായിട്ടാണ് ഇന്ന് അതിന് മറുപടി പറഞ്ഞു ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ഷോണെ പുതിയ നിയമത്തിനകത്ത് കർത്താവിൽ വിശ്വസിച്ചവരെല്ലാം വിശുദ്ധരാണ്. വിശുദ്ധന്മാർ പറഞ്ഞ കർത്താവ് വീണ്ടും ജനിച്ചവരെല്ലാം വിശുദ്ധരെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ഒറ്റ ഉദാഹരണം 2 കൊരിന്ത്യസിലോ 1 കൊരിന്ത്യസിലോ റോമാലേഖനം ഒക്കെ എടുത്താൽ കാണാം. 2 കൊരിന്ത്യസിലോ 1-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് 1-ാമത്തെ വചനം വായിക്കുമ്പോൾ അതിന്റെ അകത്ത് ആ അവസാനത്തെ ഭാഗം ഞാനൊന്ന് പറയാം. അക്കായിൽ എല്ലായിടത്തുമുള്ള 1 മുതൽ വായിച്ചു. സഹോദരനാകിയ തീമോഥെയും കൊരിന്ത് പട്ടണത്തിലുള്ള ദേവനുടെ സഭയ്ക്കും അഖായ നാടെങ്ങുമുള്ള എല്ലാ പരിശുദ്ധവാന്കൾക്കും എഴുതുகிறതാകുന്നു. കേട്ടോ, ആ വചനമാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ. ആമേൻ. ആ വാക്കാണ് പറഞ്ഞത്. അഖായയിലുള്ള അവരെ ആരെയും മാർപ്പാപ്പ പ്രഖ്യാപിച്ചല്ല. ഏത് ലേഖനം എടുത്തു? ഏത് റോമാലേഖനം തുടക്കത്തിൽ എല്ലാത്തിനും തന്നെയാണ്. വ്യക്തികൾക്ക് എഴുതുന്നതല്ലാതെ സഭകൾക്ക് എഴുതുന്ന ലേഖനത്തിന്റെ അകത്തെല്ലാം കർത്താവ് സഭയെ വിളിക്കുന്നത് വിശുദ്ധന്റെ കൂട്ടമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു സോണിന്, ദാവീദ് എന്ന് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം തിരിഞ്ഞ വിഷയം. ദാവീദ് പലപ്പോഴും പുതിയ നിയമ വിശ്വാസിയെ പോലെ സംസാരിക്കുന്നവനാണ് അല്ലേ. ദാവീദ് പുതിയ നിയമ വിശ്വാസിയെ പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. നിഴൽ വീണ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വര എന്ന് മരണത്തിന്റെ ചവിട്ടി നിൽക്കുമ്പം ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? കാരണം പുതിയ നിയമ വിശ്വാസിക്ക് മരണം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. മരണമില്ല, ശരീരം ചെയ്യാൻ വേണ്ടി മരിച്ചു പോകും. പക്ഷേ പുതിയ നിയമ വിശ്വാസി യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. He will never die. Maybe his body might die. അവന്റെ ശരീരം ഇന്ന് ഉലകത്തിലെ തീർന്നു പോകാം. ആണാ ആവി കർത്തരോടുകൂടെ ചേർന്നാ ശരി, എപ്പോഴും ചേർന്നാ ശരി, അത് വിട്ട് വിലകാതെ അവൻ അംഗീകരിക്കുമ്പോൾ യേശുവിനെ ചേർന്ന് നിൽക്കുമ്പോൾ. അങ്ങനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരെ അടക്കം കണ്ടിട്ടില്ല. നെറ്റിയില് രൂപയൊക്കെ വെക്കുന്നു. 1 രൂപ കയ്യിലേക്ക് പറയും 3 മണിക്കൊക്കെ എത്താറുള്ള വട്ടിക്കാശാണ്. ശവത്തിന്റെ നെറ്റിയില് 1 രൂപ ഒട്ടിച്ചെടുത്തിട്ട് അല്ലേ. ഞാൻ തമാശയായിട്ട് പറയും, എന്തിനാണ് ആള് പോകുമ്പോ അയാൾ അരി വാരിയില്ലോ അയാൾ പാത്രത്തിൽ അല്ലേ. അടക്കുമ്പോൾ ഈജിപ്തിലേക്കാണെങ്കിൽ ചാക്കും പടിക്ക് ചാക്കല്ല, അവരുടെ വലിയ പാനപാത്ര കണക്കിന് അരിയും അല്ലെങ്കിൽ വിഭവവും ഈ മരിച്ച ആളുടെ ശരീരത്തിനകത്ത് വെക്കും. എന്തിനാ? പോകുന്ന വഴി അത് കഴിച്ചിട്ട് പോകാം. സ്വതന്ത്രം. നമ്മളങ്ങനെയല്ല. പുതിയ നിയമവിശ്വാസി എങ്ങനെയാ? നീ ഇപ്പൊ തന്നെ ഹലോ ഇപ്പൊ കർത്താവിനായിട്ടുണ്ടെങ്കിൽ ഇനി വിഷയമില്ല. ഇപ്പൊ കർത്താവിനായില്ലയോ, ഇത് കഴിഞ്ഞിട്ട് ആരെ എത്ര തലകത്ത് പറഞ്ഞാൽ ഒരു വീണമില്ല അല്ലേ. ഞാൻ ചോദിച്ചിടാ, അങ്ങനെയാണെങ്കിൽ മരിച്ച ആളുടെ ആത്മാവിനെ നമുക്ക് പിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെങ്കിൽ കാശുകാരുടെ മക്കളെ എല്ലാം കൂടി കാശെല്ലാം തുടങ്ങി ശകലപ്പോഴും പൈസക്കാരനെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ലേ. പൈസ മാത്രം അതിന്റെ കാര്യമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാട്ടിലുള്ള അബ്കാരി കോൺട്രാക്ടർമാരായിരിക്കും മുഴുവൻ.
അത് കാരണം ആശിഷ്ടമാണ് മക്കള് കുർബാന ചൊല്ലി അവർക്ക് പറ്റുന്നില്ല. Never. ഇവിടെ വെച്ച് ഇന്ന് ഇതാണ് രക്ഷയുടെ സുദിനം. This is the day of salvation. ഇന്ന് കർത്താവിലായി തീർന്നവൻ അവന്റെ നിത്യത ആരും വിചാരിച്ചാലും മാറത്തില്ല. Praise the Lord. ജീവപുസ്തകത്തിൽ പേര് ചേർക്കണം. അതല്ലാതെ ഏത് ഞാൻ പറയുന്നത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്തോത്രം. ഏത് പള്ളിയുടെ പുസ്തകത്തിൽ പേര് എഴുതിയാൽ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്ത് കടക്കത്തില്ല. ആമേൻ. ഇത് ദൈവരാജ്യത്തിന്റെ ഇടപാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവരാജ്യത്തിന്റെ വിഷയമാണ്. നമ്മൾ പറയുന്നില്ലേ പൊന്നു കിട്ടുന്നിടത്ത് പൂച്ചിക്കുന്ന കാര്യം ഇല്ലേ? വിശ്വാസി ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ അതിന്റെ ഏതെങ്കിലും കാര്യം അവന് ഗുണം കിട്ടണമെങ്കിൽ അവൻ ദൈവരാജ്യത്തിന്റെ അകത്താകണം. ദൈവരാജ്യത്തിന്റെ അകത്താകത്തോളം കാലം ഇതൊന്നും ഒരു ആൾക്ക് ഗുണപ്പെടില്ല. ആമേൻ. അതോർത്ത് കർത്താവിന് നന്ദി പറ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്. എവിടെയോ പോളാർ റീജിയനിൽ എവിടെയോ സ്നാനപ്പെടാൻ വേണ്ടി വന്നു. ഒരു പാസ്റ്റർ കോടാലി എടുത്ത് വിശ്വാസിയെ നിർത്തിയിട്ട് ഐസ് വെട്ടിപ്പൊട്ടിക്കുക. വിശ്വാസി എവിടെ നിൽക്കുക? പാസ്റ്റർ പടപടാതെ കോടാലി എടുത്ത് വെട്ടുക. ഐസ് തണ്ണിപ്പൂരോ ഐസ് സ്നാനം എടുക്കണം. കുറച്ച് വെള്ളം എടുത്ത് സ്പ്രേ ചെയ്താണ് പോരാ. വെള്ളം വെട്ടി പൊട്ടിച്ച് ഒരു കുഴിയുണ്ടാക്കി അടി തണുത്ത് വരയ്ക്കുന്ന വെള്ളം. ഞാനൊക്കെ അവിടെ എല്ലാം നന്നായി ഹല്ലേലൂയ. ആ വെള്ളത്തിനകത്ത് ഇവിടെ തന്നെ എല്ലാം പാടാതെ ആ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ഈ സ്നാനപ്പെടാനുള്ള ആൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കയറി വരിക. ഇതുപോലെ ആവശ്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന അനുസരിക്കാൻ, വചനം പറയുന്നത് തീരുമാനിക്കുമ്പോൾ തണുപ്പ് വിഷയമല്ല. എന്നോടൊരു ദൈവദാസനൊക്കെ പറഞ്ഞു, ആ സമയത്ത് ഒത്തിരി പേര് സ്നാനപ്പെട്ട സമയം പാസ്റ്റർ ആദേശം വന്ന വണ്ടിയിൽ ഇരുന്നൊക്കെ ആൾക്കാരോട് ഞങ്ങൾ സ്നാനപ്പെട്ട ആ സമയത്ത് അത് കഴിഞ്ഞില്ല കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവങ്ങളാണ്. അവിടുന്ന് ധ്യാനം കൂടാൻ വേണ്ടി കോട്ടയത്തേക്ക് പോവാം. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് വചനം കഴിഞ്ഞ് കുറേ പേർക്ക് സ്നാനപ്പെടാൻ നോക്കിയപ്പോൾ വൈക്കത്തിൻ്റെ റോഡിലാണ് പോകുന്നത്. വൈക്കം വഴി പോയപ്പോൾ നോക്കിയപ്പോൾ പാടം പോലെ സ്ഥലമാണ്. ചെറിയൊരു കുഴിയാണ് എല്ലാം കിടക്കുക. അതിനകത്ത് മുഴുവൻ നോക്കിയപ്പോൾ ഓയിൽ മയോ ടാങ്കറിനോട് ലീക്കാതെ എന്നോട് ലാലിച്ച് പറഞ്ഞാൽ ആ വെള്ളത്തിന് മുകളിൽ മുഴുവൻ പാട ഓയിൽ പാടം. കുഴപ്പമില്ല പാസ്റ്റർ, ഇവിടെ സാധനപ്പെട്ടേക്കാം. ഹലോ, വെള്ളത്തിന്റെ ഗുണമല്ല, തീരുമാനം. അവരിറങ്ങി അവിടെ സ്നാനം എടുത്തു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു പട്ടാള ക്യാമ്പാണ്. അവിടെ സ്നാനക്കുളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ, അതായത് വിശ്വാസിയ പാസ്റ്ററാണ്. ആരും എല്ലാവരും പാസ്റ്ററാണ്, എല്ലാ പാസ്റ്റർമാരാണ്. പാസ്റ്റർ കൊണ്ട് ഡിഗ്രി ഒന്നും മേടിച്ചിട്ടല്ല എന്നോട് നിൽക്കുന്നത്. കർത്താവ് എന്നോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. നമ്മളെല്ലാം കർത്താവിൻ്റെ പാസ്റ്റർമാരാണ്. അപ്പോൾ പട്ടാളത്തിലുള്ള ഒരാൾക്ക് സ്നാനപ്പെടാൻ നോക്കിയപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. ഞാൻ കണ്ടാലും പറയും, ഇവിടെ JCB അല്ലേ, JCB കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ല. 3-4 പേരുടെ JCB കണ്ടിട്ടുള്ള. JCBയുടെ ഒരു സൈഡിൽ ഒരു കൈയും മറ്റേ സൈഡിൽ ബക്കറ്റും അല്ലേ, വലിയൊരു തൊട്ടി വെച്ചാണ്. ആ തൊട്ടി പൊക്കുകയും വെച്ചു. JCB ഓൺ ചെയ്ത് തൊട്ടി ഇച്ചിരി പൊക്കുകയും വെച്ചു. ഇങ്ങനെ തൊട്ടി നേരെ വെച്ചു. അതിനകത്തുള്ള വെള്ളം വെച്ചു. ഇതിൻ്റെ ഇറങ്ങി സ്നാനം എടുത്തു. ഇതിനകത്ത് ഇറക്കി സ്നാനപ്പെടുത്തി കയറ്റിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ് അല്ലേ? പെന്തക്കോസ്തുകാരുടെ സ്നാനം എന്നൊക്കെ നമ്മൾ വിചാരിച്ച, പക്ഷേ ദൈവരാജ്യത്തിന്റെ അകത്ത് കയറാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു കൊച്ച് നല്ല ഗുണവും സ്വഭാവമൊക്കെ ഉള്ള കൊച്ചാണ്. ആ കൊച്ചിനെ LKG ചേർക്കാതെ UKG പോകത്തില്ല. UKG കഴിയാതെ 1-ാം ക്ലാസ്സിൽ തൊട്ട് പറ്റും. അപ്പോ സ്കൂളിൽ ചേരാതെ പഠിത്തം തുടങ്ങിയത്. ഹലോ, ദൈവസഭയ്ക്ക് അകത്ത്, ആത്മാവിന്റെ സഭയ്ക്ക് അകത്ത് കയറാതെ മുന്നോട്ട് നടത്തിയിട്ടില്ല. ഞാൻ ഒരു വചനഭാഗം എടുക്കുക. ഓക്കെ, ഫിലമോന് എഴുതിയ ലേഖനം, ഒറ്റ അധ്യായം. Epistle of Paul the Apostle to Philemon എന്നൊക്കെ പറയും.
ഫിലമോന് എഴുതിയ ലേഖനം തീത്തോസിന് എഴുതി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലേഖനമാണ്. ആകെപ്പാടെ 25 വാക്യം എഴുതുള്ളൂ. ഏറ്റവും എളുപ്പത്തിലുള്ള അധ്യായം വായിക്കാൻ പറഞ്ഞാൽ വായിക്കുന്നത് ഏതാ? കാരണം ഒറ്റ അധ്യായമുള്ളൂ, 25 വചനമുള്ളൂ. എന്നാൽ മുഴുവൻ വീട്ടുകാരിയാണ്. ഹലോ, ഒരു സഭയാ. ഞാൻ എടുത്ത കാര്യം അറിയാമോ പ്രിയപ്പെട്ടവരെ? കർത്താവ് തന്റെ ഇത്രയും പ്രധാനപ്പെട്ട ബൈബിൾ പുസ്തകത്തിനകത്ത് ഒരു വീട്ടുകാരന് വേണ്ടി എഴുതിയ ഭാഗം വചനമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ ആൾക്കൂട്ടം അല്ല സഭ. ഹലോ, വിശ്വസിക്കുന്ന 1 or 2 പേരുള്ള ഒരു കൂട്ടം സഭയാണ്. അതുകൊണ്ട് അയ്യോ നമ്മൾക്ക് ആള് പറഞ്ഞോ എന്നൊന്നും ആരില്ല. ഇഷ്ടംപോലെ ആളുകൾ ഇരിപ്പുണ്ട്. നോക്കിയ സഭയിൽ എല്ലാ കസേര വാങ്ങിയത് 2-3 കസേര കാര്യം. അതുകൊണ്ട് കൊറോണ കാലത്ത് ഇത്രയും പേര് വന്നു ഒരു സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം നമുക്കൊന്ന് എടുക്കാം. അതിനകത്ത് 1-2-3 സംഭവങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. എന്നാ കാര്യം അറിയോ? ഇത് ഫിലേമോൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് പൗലോസ് എഴുതുക. അത് തുടക്കം മുതൽ വായിച്ചേക്കാം അല്ലെ? ഒന്ന് വായിച്ചേക്കാം. கிறிஸ்து இயேசுவின் நிமித்தம் கட்டப்பட்டவனாய் இருக்கிற பவுலும் சகோதரனாகிய தீமோத்தேயும் எங்களுக்கு பிரியமுள்ளவனும் உடன் வேலையாளுமாய் இருக்கிற பிலமோனுக்கும் பிரியமுள்ள அப்பியாளுக்கும் எங்கள் உடன் போர்ச்சேவகனாகிய அர்க்கிப்புக்கும் உம்முடைய வீட்டிலே கூடி வருகிற சபைக்கும் எழுதுகிறதாவது. കേട്ടോ, உங்க വീട്ടിലുള്ള സഭയ്ക്ക് എഴുതുന്നു. அங்க அந்த பெரிய കെട്ടിടം മാതിരിയുള്ള സഭയെ നല്ല ചൊല്ലിയൊക്കെ വീട്ടിലെ കൂടി വരുന്ന സഭ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു പൗലോസ് ഏതോ യാത്ര പോയപ്പോ ഈ പറഞ്ഞ ഫിലമോന്റെ വീട്ടിൽ താമസിച്ചു അല്ലേ? അവിടെ ഒരു സഭ ഉണ്ടാക്കി. ആ വീട്ടിലെ കാർന്നവനാണ് ഫിലമോൻ. അവൻ പാസ്റ്റർ. അങ്ങനെ ഒരു സഭ സ്ഥാപിച്ചിട്ട് പൗലോസ് പോയി. ഇങ്ങോട്ട് പോയി ജയിലിൽ. അവിടെ വെച്ച് സഭ ഉണ്ടായി. ജയിലിൽ വെച്ചിട്ട് ഇനി ഞാൻ പറയാം. ഇനി 4-ാമത്തെ கர்த்தராகிய இயேசுவினிடத்திலும் எல்லா பரிசுத்தவான்களிடத்திலும் உள்ள உம்முடைய அன்பையும் உம்முடைய விசுவாசத்தையும் நான் கேள்விப்பட்டு என் ஜெபங்களில் உம்மை நினைத்து எப்பொழுதும் என் தேவனுக்கு ஸ்தோத்திரம் செய்து உங்களில் உள்ள சகல நன்மைகளும் தெரியப்படுகிறதினாலே உம்முடைய விசுவாசத்தின் அந்யோன்யம் கிறிஸ்து இயேசுவுக்காக பயன்பட வேண்டும் என்று வேண்டுதல் செய்கிறேன். என்னவென்றால் கட்டப்பட்டிருக்கிற கையில் நான் பெற்ற என் மகனாகிய ഒനേസിമുക്കാக ഉമ്മയെ മഞ്ചാടുகிறேன். പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ് ജയിലിൽ കിടക്കുക. അപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ പാസ്റ്റർ ജയിലിൽ കിടക്കുമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. അതുകൊണ്ട് ജയിൽ വാസം കഴിഞ്ഞിട്ട് ഇനി ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വേണം പ്രസംഗം തുടങ്ങാൻ അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ഞാൻ ഒന്നിനെ ജനിപ്പിച്ചു. പറഞ്ഞ വാക്ക് മനസ്സിലാവോ? ജനിപ്പിച്ചു മീൻസ് one person became born again. ഒരു വീണ്ടും ജനിച്ചു. എവിടെ? ജയിലിനകത്ത് കിടക്കുന്നു. അവന്റെ പേരാണ് ഒനേസിമോസ്. പ്രൈസ് ദി ലോർഡ്. ഒനേസിമോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അവൻ ഈ ഫിലമോന്റെ വീട്ടിലെ, ഫിലമോൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവനൊരു സാമ്പത്തികമായി ഉയർച്ചയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടവനാണ് ഫിലമോൻ. ചടഞ്ഞങ്ങനെ പറയും. അവന്റെ വീട്ടിലെ അടിമയായിരുന്നു ഒനേസിമോസ്. അങ്ങനെയല്ല, ഒനേസിമോസ് എന്ന് പറയുന്നവൻ അവന്റെ വീട്ടിലെ അടിമയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയ്ക്ക് ചന്തയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഒനേസിമോസിനെ അവന്റെ വീട്ടിൽ അടിമയായി വെച്ചിരിക്കുകയാണ്. ഹലോ, അടിമയായിരിക്കും. ചരിത്രം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒനേസിമോസ് അടിമയായിരിക്കുമ്പോൾ അവൻ ആ ഫിലമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചുപോയി. അടിമയൊന്നും ചെയ്യാൻ പാടില്ല. ഒളിച്ചുപോയി അവനെ പോലീസുകാർ പിടിച്ചു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് കിടന്ന ജയിലിൽ ഒനേസിമോസും തടവാറായിട്ട് കിടക്കുക. വരെ കുടിക്കാത്ത കിടക്കുന്നത്. പൗലോസിന്റെ പേരിലുള്ള ചാർജ് എന്താ? സുവിശേഷം പ്രസംഗിച്ചു. മറ്റവന്റെ പേരിലുള്ള ചാർജ് എന്താ? അവന് അടിമത്തിൽ നിന്ന് ചാടി. ഹല്ലേലൂയ. ഇവരൊക്കെ ഒരു കൂട്ടിമുട്ടുക, പൗലോസും ഒനേസിമോസും. പൗലോസ് ആരാണ്? അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള സുവിശേഷം പ്രസംഗിക്കുന്നത്. ചാടി വന്നവൻ ആരാണ്? അടിമത്തത്തിൽ നിന്ന് പേടിച്ചോടി വന്നു. സ്തോത്രം. ദൈവം അവരെ ജയിലിന്റെ ഒരു മുറിക്കാണ്. പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. പൗലോസ് ഉണ്ടല്ലോ, അവൻ അല്പം വയസ്സായിരിക്കുമോ സമയം, അല്പം നല്ല വയസ്സായ സമയം അവൻ തന്നെ പറയുക,
വയസ്സനായെന്നാണ് പൗലോസ് പറയുന്നത്. ആ സമയത്തെങ്കിലും പൗലോസ് ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഉത്സാഹിച്ച് കേൾക്കണം. വേറെ ദൈവവചനം എന്ന് ഞാൻ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഒരു ഫാഷൻ ഞാൻ പറയുന്നതല്ല. എൻ്റെ അകത്ത് കർത്താവിനെ കുറിച്ചുള്ള ഒരു എരിവ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ആലോചിക്കുമ്പോൾ ഓർക്കാറുണ്ട്, കർത്താവെ കുറവുകളുള്ളവരല്ല, പ്രശ്നങ്ങളുള്ളവരാണ്, പക്ഷേ കർത്താവ് അവിടുത്തെ വിശ്വസ്തനാക്കി എന്നെ എണ്ണിയിരിക്കുക. അതിനാണ് ഞാൻ സ്തോത്രം പറയുന്നത്. ആമേൻ. കുറവുകളുണ്ടായിരിക്കെ, പ്രശ്നം ഉണ്ടായിരിക്കെ, ഞാനൊരു ക്ഷിപ്രകോപിയായിരിക്കെ, വീട്ടുകാർക്ക് അറിയാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ ആ കുറവുകളെല്ലാം ഉണ്ടായിരിക്കെ കർത്താവ് എന്നെ എണ്ണിയത്, കൃപയോടെ എണ്ണിയത്, വെളിപ്പാട് തരുന്നത് കർത്താവ് നന്ദി പറയാം എന്ന് പറഞ്ഞ് വെളിപ്പാട് പറയപ്പെട്ടവരെ. എന്നറിയാമോ, ഇവൻ ഒനേസിമോസ് ജയിലിൽ വന്ന് കിടക്കുന്നത് എന്തിനു വേണ്ടിയാ? അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വന്നതാണ്. പക്ഷെ അവൻ വന്ന് ചാടിയത് പോലീസിന്റെ പട്ടാളത്തിന്റെ അതിലും വലിയൊരു അടിമത്തത്തിലേക്ക്. 2 ശിക്ഷയായി. എന്നതാ? 1 അടിമത്തത്തിൽ ചാടിയതിനു ശേഷം, 2 അടിമ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അടിമ ഉടമസ്ഥൻ തരാമെന്ന് ശേഷം 2 ശിക്ഷയാണ് നോക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് അവനെ രാജ്യം മാറ്റി. കേൾക്കുന്നുണ്ടോ? അവന്റെ രാജ്യം മാറ്റി. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരാളെ കുറിച്ച് വായിച്ചു, ഒരു ഇറാനി പൗരനാണെന്ന് തോന്നുന്നു. അവൻ ആ മുസ്ലിം സമുദായക്കാർ അവനെ എതിരെ അനേക കുറ്റങ്ങൾ ആരോപിച്ച് അവനെ കൊന്നുകളയാൻ കുറ്റം ആരോപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ബെൽജിയം എന്ന ദേശത്ത് രാഷ്ട്രീയ അസൈലം അഭയം പ്രാപിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയം ഗവൺമെന്റിനോട് അപേക്ഷിച്ചു, എന്നെ ഒന്ന് രക്ഷിക്കണോ. ബെൽജിയം ഗവൺമെന്റ് ഇവനെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? അവനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോരാൻ പറഞ്ഞു ബെൽജിയത്തിലേക്ക്. അവൻ ബെൽജിയത്തിലേക്ക് പോരാൻ പറഞ്ഞ പാസ്പോർട്ട് എല്ലാം കൊടുത്തു. ഒരു കഥയാക്കി സംഭവമായിട്ട് വായിച്ചതാണ്. എന്നിട്ട് അവൻ ഫ്ലൈറ്റേ കയറി ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവൻ പോയ വഴിക്ക് അവൻ്റെ പാസ്പോർട്ടും മറ്റു റെക്കോർഡ്സ് എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ല. ഇംഗ്ലണ്ടിൽ ചെന്നിറങ്ങിയപ്പോൾ പിന്നെ ഇറാനി പൗരനായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ഒരുവന് ബെൽജിയത്തിൻ്റെ പാസ്പോർട്ട് കയ്യിൽ നഷ്ടപ്പെട്ടു. അവന് പ്ലെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ. അവരെ കുറച്ച് ദിവസം കഷ്ടപ്പെട്ട് അവന് ഫ്രാൻസിലേക്ക് പോകാൻ, പാരീസിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഫ്ലൈറ്റിൽ കയറി പോയി. ബെൽജിയത്തിൽ പോവുക. അപ്പോൾ അവർ ബെൽജിയത്തിന് വിടത്തില്ല. ആ ഫ്രാൻസിലെ പാരീസിലെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവരവരെ പിടിച്ചു വെച്ചു, ഡീറ്റെയിൻ ചെയ്തു. അവന്റെ കയ്യിരിക്കുന്ന ആ കള്ളാസുണ്ട്, ആ പാസ്പോർട്ടിൽ നിന്ന് അവർ പുറത്തിറങ്ങാൻ കഴിയില്ല. തൊട്ടടുത്ത് അപ്പൊ അവർ ബെൽജിയം സർക്കാരിനെ അവർ അറിയിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അവരുടെ എയർപോർട്ടിന് തൊട്ട് പുറത്തുള്ള ബെൽജിയത്തിന്റെ ഒരു എംബസി, അവിടെ ചെന്നാൽ അവൻ നഷ്ടപ്പെട്ടതിന് പകരം പുതിയൊന്ന് കൊടുക്കാം എന്തെല്ലാം പറഞ്ഞെങ്കിലും ആ സ്ഥലത്തോട്ട് അവർ പോകാൻ നിയമം അനുവദിച്ചില്ല. എയർപോർട്ടിൽ നിന്ന് മേബി 1-2 കിലോമീറ്റർ. ഞാൻ വായിച്ചെങ്ങനെയാണ്, എയർപോർട്ടിൽ 16 വർഷം കുടിക്കുന്നത്. എങ്ങനെ ജീവിച്ചതിരിക്കത്തില്ല, അവന് വഴി കുറിച്ചാണ് ജീവിച്ചത്. എങ്ങനെയാണ്? സ്തോത്രം. 16 വർഷം സംഭവിച്ച കാര്യം പേര് ഞാൻ മറന്നുപോയി. 16 വർഷം കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ എയർപോർട്ടിലില്ല. ബെൽജിയം സർക്കാരിൻ്റെ രാജ്യത്തോട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഫ്രാൻസിൽ തന്നെയുള്ള ഒരു മാനസിക രോഗികളുടെ ആശുപത്രി കിടക്കുക. 16 വർഷം എയർപോർട്ടിൽ താമസിച്ചാൽ പ്രാണമായി. ഹല്ലേലൂയ. പേര് ഞാൻ മനസ്സിലായോ? ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യം മാറാൻ ലോകത്തിൽ ഇത്ര പാടാണ്. എന്നാൽ സാത്താന്റെ സകല അവകാശവും നിന്റെ മേൽ നിന്ന് മാറുന്ന ഒരു രാജ്യവും എവിടെയാ? ദൈവരാജ്യം. ഇവിടെ തന്നെ അതിന് ബൗണ്ടറികളൊന്നും കാണത്തില്ല. നമ്മളാണ് അതിന്റെ ബൗണ്ടറി തീരുമാനിക്കുന്നത്. നമുക്ക് ആ രാജ്യത്തോട് പാസ്പോർട്ട് ഇല്ലാതെ കയറാം. അങ്ങനെ പൗലോസ് ഒനേസിമോസിനെ, അവന് യഥാർത്ഥത്തിൽ പക്ഷെ അവൻ ആഫ്രിക്കക്കാരനാണെങ്കിൽ അവന്റെ പൗരത്വം ആഫ്രിക്കയാണ്. പക്ഷെ അവന് വിറ്റ് ഇപ്പൊ ഏതോ സ്ഥലത്ത് അവൻ അടിമയാണ്. അവന്റെ പൗരത്വം ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് മാറ്റി. എങ്ങനെ മാറ്റിയേ? അവനോട് യേശുവിന്റെ വചനം പറഞ്ഞു. അവിടെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയരെ, ലോകക്കാർക്ക് കാണാൻ വയ്യാത്ത ഒന്ന് നമ്മുടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നറിയാമോ? നമ്മുടെ പൗരത്വം ഇപ്പോൾ എവിടെയാ? ഹലോ,
നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിലല്ല. പാസ്പോർട്ട് നോക്കുമ്പോൾ കാണും ഇന്ത്യയിൽ നിന്നൊക്കെ, പക്ഷേ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. സ്വർഗോന്മുഖനായ നീ ഇനി പോകുമ്പോ ഒരധികാരിക്ക് നിന്നെ തടയാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരധികാരിക്കും നിന്നെ തടയാൻ പറ്റത്തില്ല. ഏതെങ്കിലും അധികാരി തടയാൻ വന്നാൽ അവന്റെ അധികാരം മുഴുവൻ ഭൂമിയിൽ ലഭിക്കണം. നീ സ്വർഗ സൈന്യത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ രാജ്യത്തിലെത്തി. അവൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ഇതാ പൗലോസ് എഴുതുന്നത് കേട്ടോ. അത് വായിച്ചു 11 മുതൽ. சுவிசேஷத்தின் நிமித்தம் கட்டப்பட்டிருக்கிற எனக்கு ஊழியம் செய்யும்படி உமக்கு பதிலாக அவனை 11 വായിക്കുന്നത്. മുന്നേ അവൻ നമുക്ക് പ്രയോജനമില്ലാത്തവൻ. ശ്രദ്ധിച്ചേ, മുന്നേ അവൻ പ്രയോജനമില്ലാത്തവൻ. അവൻ അടിമയായിരുന്നു, നിന്റെ വീട്ടിലെ പണി ചെയ്യുന്നവനായിരുന്നു അല്ലേ? നീ അവിടുന്ന് കൊടുക്കേണ്ട കാര്യം വിലക്കി പിടിച്ചു. അവൻ ശാപ്പാട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. മുമ്പ് അവനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ജോലിയെല്ലാം ചെയ്യുന്ന ഒരു പ്രയോജനമില്ലാത്തവനാണ്. നീ വായിച്ചോ. ഇപ്പോഴോ ഉമക്കും എനിക്കും പ്രയോജനമുള്ളവൻ. ഇപ്പോഴ് നിനക്കും എനിക്കോ പ്രയോജനമുള്ളവനാണ്. ഒരു വചനം കൂട്ടിച്ചേർക്കാം. കർത്താവ് ഭവനം പണിയില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥം. അവൻ നിന്റെ വീട്ടിൽ പണ്ട് അടിമപ്പണി ചെയ്തതാ. നിനക്ക് അത് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് ഒരു ദൈവ പൈതലായി നിന്റെ ഭവനത്തിൽ വരുമ്പോ നിനക്ക് അത് അനുഗ്രഹമാണ്. അവനും അത് അനുഗ്രഹം എന്നാണ് ഇവിടെ പറയുന്നത്. വായിച്ചു. அவனை நான் உம்மிடத்திற்கு அனுப்புகிறேன். என் உள்ளம் போல் இருக்கிற அவனை நீர் ஏற்றுக்கொள்ளும். சுவிசேஷத்தின் நிமித்தம் கட்டப்பட்டிருக்கிற எனக்கு ஊழியம் செய்யும்படி உமக்கு பதிலாக அவனை என்னிடத்தில் வைத்துக் கொள்ள வேண்டும் என்றிருந்தேன். ஆனாலும் நீர் செய்யும் நன்மையை கட்டாயத்தினால் அல்ல, மனப்பூர்வமாய் செய்யத்தக்கதாக நான் உம்முடைய சம்மதி இல்லாமல் ஒன்றும் செய்ய எனக்கு மனதில்லை. அவன் என்றென்றைக்கும் உம்முடையவனாய் இருக்கும் படிக்கும் இனிமேல் அவன் அடிமையானவனாக அல்ல, அடிமையானவனுக்கு மேலானவனாகவும் பிரியமுள்ள சகோதரனாகவும் இருக்கும் படிக்கும் கொஞ்ச காலம் உம்மை விட்டு பிரிந்து போனானாகும். எனக்கும் அவன் பிரியமான சகோதரனானால் உமக்கு சரீரத்தின் படியையும் கர்த்தருக்குள்ளும் எவ்வளவு பிரியமுள்ளவனாய் இருக்க வேண்டும். அவன் உமக்கு யாதொரு அநியாயம் செய்ததும் உம்மிடத்தில் கடன்பட்டதும் உண்டானால் அதை എൻ കണക്കിലെ வைத்துக் കൊള്ളും. യേശു തരുന്ന നീതീകരണത്തിന്റെ ഒരു ചെറിയ നിഴല് എത്രവരെ കേട്ടു? പൗലോസ് പറയാ, അവൻ നിന്നോട് വല്ല കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിമിത്തം എന്റെ കടത്തിലോട്ട് തളിക്കും. കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഫിലമോനെ, നീ എനിക്ക് കടപ്പെട്ട, നീ എനിക്ക് കണക്റ്റഡാണ്. എന്റെ കെയർ ഓഫിൽ അവന്റെ സകല കടവും വായിച്ചേക്കാൻ യേശു പറഞ്ഞു. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിന്റെ അടുത്ത് വരാൻ പറ്റൂ. കന്യാമാവത്തോട് വരാൻ പറ്റത്തില്ല. അപ്പസ്തോലന്മാർക്കൂടെ വരാൻ പറ്റത്തില്ല. മാലാഹമാർക്കൂടെ വരാൻ പറ്റത്തില്ല. പാസ്റ്റർമാർക്കൂടെ വരാൻ പറ്റില്ല. ദൈവത്തിനോട് പോകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഏതാണ്? യേശു. അതിന് വേറെ വഴിയില്ല. യേശുവിന്റെ പക്കൽ, ദൈവത്തിന്റെ പക്കലേക്ക് പോകാൻ യേശു മാത്രമേ. ആ നീതീകരണമാണ് പൗലോസ് ഇവിടെ ഒനേസിമോസിനോട്, അല്ല ഫിലമോനോട് ഒനേസിമോസിനെ കുറിച്ച് പറയുന്നത്. പ്രിയരെ, ഈ ലോകത്തിലുള്ള പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടി നീതീകരിക്കപ്പെടുവാൻ വേണ്ടി സംസാരിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് യേശു എത്ര അധികമായി നമ്മളെ നീതീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു യോഗ്യതയില്ല എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ. കർത്താവ് നമുക്കാർക്ക് യോഗ്യതയില്ല, ഇല്ലേ? എന്നാൽ നമ്മളെ യോഗ്യരാക്കുന്നത് എന്താണ്? കർത്താവിന്റെ കൃപ. മനസ്സിലാകാത്ത ആൾക്കാരാണ് ലോകത്തിലുള്ളവരൊക്കെ. അവർ വിചാരിക്കുന്നത് എന്നതാ, ഞാൻ കഷ്ടപ്പെടണം അല്ലേ, 25 ദിവസം നോയമ്പെടുത്താലേ യേശു എന്റെ വീട്ടിൽ പറക്കുള്ളൂ അല്ലേ? അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. 20 നാളേക്ക് എന്ത് തണ്ണി കുടിക്കാതെ, തണി തന്ന വെള്ളത്തെ കുടിക്കാതെ, ഇറച്ചില സാപ്പിടാതെ 25 നാള് മുടിയിൽ നന്നേക്ക് എല്ലാം സാപ്പിടും. അന്നാ മാത്രമേ യേശു
ജനിക്കുള്ളൂ വീട്ടിൽ. അവരെ വീട്ടില് വിഗ്രഹാരാധനയുടെ രൂപമാക്കി മാറ്റി. എന്താണ് ഈ പുൽക്കൂട്? നല്ല പുൽക്കൂടായിരിക്കും. പണ്ടുപോലെ സ്കൂളിൽ പഠിക്കുന്ന പോലെ എൻ്റെ ഓർമ്മയതാണ്. അവധി ക്രിസ്മസിന് വീട്ടിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പൈസ ആയിക്കോട്ടെ പുതിയ ക്രിപ്സെറ്റൊക്കെ ഉണ്ടാക്കും. വീട്ടിലുള്ള ചില പശുവിൻ്റെയൊക്കെ മുഖമൊക്കെ ഇടിച്ചു പോയത് കാണും. ചില ഈശോയുടെയൊക്കെ മാതാവിൻ്റെ മൂക്കൊക്കെ ഇടിഞ്ഞു പോയി കാണും. പെണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ഈ പ്രാവശ്യം പോയി നല്ല പെയിൻ്റ് അടിച്ച മാതാവിൻ്റെ രൂപവും നല്ല യേശുവിൻ്റെ രൂപവും വെച്ചു. പണ്ടൊക്കെ വലിയ സ്റ്റൈലായിരുന്നു. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കിടക്കുന്ന ആ പുൽത്തൊട്ടി യേശുവിന് രണ്ടായിട്ട് കിട്ടും. പള്ളിയിലൊക്കെ വലിയ സംഭവം. അപ്പോൾ യേശുവിന് തന്നെ എടുത്തോണ്ട് ക്രിസ്മസ് കഴിയുമ്പോൾ അച്ഛൻ യേശുവിനെ തന്നെ കൊണ്ടുവന്ന ആൾക്കാരെ മുത്തിക്കും. നമുക്കതൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് ഈ പാരമ്പര്യ വിശ്വാസങ്ങളുടെ ഉള്ളിൽ കത്തോലിക്കും യാക്കോബക്കാരും ഒക്കെ ആയിരിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്നത് എന്നതാണ് ഈ പറഞ്ഞ കാര്യമില്ല. ഷോണനോട് ചോദിച്ച ചോദ്യമുണ്ട്, ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തെ മുഖം കാണാൻ ഞാൻ പഠിച്ചിരുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മുഖം കാണാൻ കുരിശ നോക്കിയാണ്. കുരിശ കിടക്കുന്ന യേശുവിൻ്റെ മുഖത്തോടിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി പോയാൽ അതിനു വേണ്ടിയാണ്. ഞാൻ ഓർമ്മല്ല, അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ അങ്ങനെ വിചാരിച്ചു. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന രൂപത്തിന്റെ മുഖത്തോട് നോക്കുന്ന, അതുകൊണ്ടല്ലേ രൂപത്തിന്റെ കണ്ണിൽ കൂടെ ചോര വരുന്നൊക്കെ പറയും അല്ലേ? എന്തൊരു പബ്ലിസിറ്റി. അപ്പൊ ഞാനും നമ്മളെല്ലാവരും പോലെ സാധാരണ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നവർ തന്നെ രൂപത്തെ നോക്കി യേശുവിന്റെ മുഖത്തേക്ക് നോക്കാന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഒരു രൂപത്തെ നമ്മളതെല്ലാവരും ചെയ്യുന്നവരല്ലേ. രാവിലെ വീട്ടിൽ പോകുന്നതിന് പിന്നാണ് രൂപത്തെ പോയി തൊട്ട് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രൂപത്തെ പോയി തൊട്ടു അല്ലേ? പണ്ടൊക്കെ, ഇപ്പോഴല്ല, പണ്ട് ഒരു തിരി കൂടെ തറച്ചു ചൂട അടിക്കുമ്പോൾ എങ്കിലും ദൈവം പ്രാർത്ഥിച്ചു അതില്ല. സാമ്പ്രാണിയുടെ പുകയൊക്കെ ഉറങ്ങിപ്പോകാതിരിക്കില്ല, അതിനുവേണ്ടി ഒരു തിരി കൊടുക്കുന്നത് സാമ്പ്രാണി. ഇങ്ങനെയൊക്കെയാണ് പണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ അതല്ലെന്ന് മനസ്സിലായപ്പോൾ ദൈവം നമ്മുടെ കൂടെ നമ്മളെ പള്ളിക്കകത്ത് കുരിശില്ല. കുരിശില്ലാത്തതിന്റെ കാരണം കുരിശില്ലാത്തതിന്റെ കാരണം നമുക്കറിയാം. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിനും സത്യത്തിനുള്ള ആരാധനയാണ്, രൂപം വെച്ചുള്ള ആരാധന അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്. TPM സർക്കാരിപ്പോൾ കുരിശൊക്കെ പിടിച്ച അവരുടെ ചടങ്ങിനൊക്കെ പോകുന്നതാണ്. കുരിശ് കുഴപ്പമൊന്നുമില്ല, കുരിശ് നല്ല. ഞാനും കൂടെ വിചാരിക്കാം കുരിശ് കണ്ട പള്ളിയത് നോക്കട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ കുരിശിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എവിടെ കുഴപ്പം? ദൈവം എന്ന് പറയുന്നത് ഭിത്തിയായിരിക്കുന്ന ആ രൂപമാണെന്ന് തോന്നുന്നതാണ് വിഷയം. ദൈവം ഒരിക്കലും രൂപമല്ല. ഞാനൊരു വീഡിയോ കാണാറുണ്ട്. ഈ അച്ഛന്മാരൊക്കെ പ്രദർശനം പോവാ. അപ്പോ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു പുറത്ത വിദേശത്താണ് യേശുവിൻ്റെ രൂപ കയ്യിൽ ഒരു കൊടി കൊണ്ടുവന്നിരിക്കുന്ന രൂപ. ആ രൂപ പിടിച്ചോണ്ട് നല്ല സ്പീഡിൽ കുറേ പേര് കൂടി പോകുമ്പോൾ യേശു ഒരുങ്ങി താവട്ടിയാണ് അച്ഛൻ്റെ തലയ്ക്ക് ഒറ്റയാക്കി. അച്ഛനവിടെ ഓടുന്നു. ഞാൻ പറയാം, ഈ മനുഷ്യൻ താങ്ങിയ കൈവിട്ട താഴ്പോന്നാണോ ദൈവം? ആണോ? ഹലോ, ഇവിടുന്ന് പോകുന്നവർക്ക് പല കുരിശുപടിയുണ്ട് അല്ലേ? നമ്മളെ കുരിശുപടി കാണുമ്പോൾ പണ്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട നിർത്തിയിട്ടുണ്ട്. ആ കുരിശുപടി കാണുമ്പോൾ ഞാൻ അറിയാതെ ചന്ദ്രൻ വണ്ടി കാണുന്നു. ഞാൻ വണ്ടി വിളിച്ചു പോകും പണ്ടൊക്കെ. അപ്പം പള്ളിയാകുമ്പോൾ ചന്ദ്രൻ കാണും. ഞാൻ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചന്ദ്രനെ കൊണ്ട് പോയിട്ടുണ്ട്. അന്നേരം അത് ചെയ്യാതിരിക്കാൻ ഞാൻ വളരെ പാടുപെട്ടു. കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ തൊട്ട പോലെ ഇതിനകത്തല്ല ദൈവം ഇരിക്കുന്നത്. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നുണ പൈസ വിൽക്കാൻ പറ്റിയ കുരിശ് തൊട്ടിക്കകത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു കുരിശ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിശാച് വരത്തില്ല അല്ലേ എന്ന് പറഞ്ഞ് ആൾക്കാരെന്തെല്ലാം കണ്ടിട്ടുണ്ട്. റിസോർട്ടിലൊക്കെ പണ്ട് ഗസ്റ്റ് വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പെൺപിള്ളാടെ ഗ്രൂപ്പ് വന്നപ്പോൾ റിസപ്ഷൻ വന്ന് വെച്ചു ബൈബിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രഭാവം പിള്ളേർക്ക് ബൈബിൾ വായിക്കുന്നതാണ്. അപ്പോൾ അവർ അവസാനം പറഞ്ഞു അതുകൊണ്ട് തന്നെ കാടായതുകൊണ്ട് പേടിയാണ്. രാത്രിയിൽ ബൈബിൾ തലയിൽ വെച്ചാൽ പിശാച് വരാതിരിക്കും. ഗ്രീൻ ചെക്കുന്നല്ലേ പേര്. അപ്പോൾ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ അറിയണമെന്ന് കുരിശ് വിടുന്ന പിശാച് പോകും. പോകത്തില്ല. പിശാച് പോകണമെങ്കിൽ നമ്മൾ വന്നാൽ മതി. നമ്മുടെ സാന്നിധ്യം പിശാചിനെ ഓടിക്കണം.
നമ്മളെ ഒരാൾ തലയെ കൊണ്ട് കൈയൊക്കെ വെച്ച് കുലുങ്ങുന്നുണ്ട് പിശാച് പോകാൻ. ഞാൻ അനുഭവം കണ്ടിട്ടുണ്ട്. പിശാച് ബാധിച്ച ആളുടെ കണ്ണിനകത്തോട് നോക്കി കഴിയുമ്പോൾ അയാൾ പിശാച് വെളിപ്പെട്ട് വിട്ടുമാറും. ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ലോകം അത് മുഴുവൻ മാറ്റി വെച്ചിട്ട്, അത് മുഴുവൻ മാറ്റി മറിച്ചിട്ട് തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കർത്താവ് രക്ഷിച്ചത് കർത്താവ് നന്ദി പറയാം. ഞാനിത് പറയുന്നല്ലോ, റെക്കോർഡ് ചെയ്ത മെസ്സേജ് എല്ലാവരും പലപ്പോഴും കേട്ടിട്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകാം. കാരണം ഞാനീ പറഞ്ഞ ഒന്നും സഭകളൊന്നും ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളാരും ചെയ്യുന്നില്ലല്ലോ അല്ലേ? നിങ്ങളാരും വീട്ടില് ഉപവാസ പ്രാർത്ഥന നോക്കുമ്പോഴത്തേക്കും രൂപ വെച്ചിട്ടാണ് ഉപവസിക്കുന്നല്ലോ? അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ആത്മാവും സത്യവുമായി ദൈവത്തിൽ. അത് ബോധ്യമില്ലാത്ത പൗലോസാണ് ജയിലിൽ കിടന്നിട്ട് അവിടെ വിശ്വാസിയാക്കി. ഇത് സഭയല്ല കേട്ടോ, ജയിലാ. കൂടെ കിടക്കുന്നതെല്ലാം കള്ളന്മാരാ. അവിടെയെല്ലാം അവിടെ കൂടി സഭയുണ്ടായി. കാരണം കൂടെ കിടന്നത് ആരും കള്ളന്മാരല്ലായിരുന്നു. അവസാനം വചനം വായിക്കുമ്പോൾ ഞാൻ വായിച്ച അവസാനിക്കും. ഫിലമോന്റെ ലേഖനത്തിന്റെ ഏറ്റവും 23 മുതൽ വായിച്ചു, 23, 24, 25 വായിച്ച് അവസാനിക്കാം. ക്രിസ്തു യേശുവിൻ നിമിത്തം എന്നോടെ കൂടെ കാവലിൽ வைக்கப்பட்டிருக்கிற எப்பாப்பிராவும் என் உடன் வேலையாட்களாகிய மார்க்கும் அரிஸ்தர்க்கும் தேமாவும் லூக்காவும் உமக்கு வாழ்த்துதல் சொல்கிறார்கள். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபை உங்கள் ஆவியுடனே கூட இருப்பதாக. അത് എനിക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ ഈ മത്തായി ഈ ലൂക്കായൊക്കെ ഈ സുവിശേഷം എഴുതിയവരാണെങ്കിൽ അസൽ ബൈബിൾ സഭയിൽ കിടക്കണത് ജയിലിലാണ്. ഗോസ്പൽ എഴുതിയ ആൾക്കാരൊക്കെ അവിടെ കിടക്കുക, അവരുടെ കൂടെ പൗലോസ് ഇരിക്കും. ഇത് ഉറപ്പില്ല പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ തടവുകാരൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഒനേസിമോസ് ജീവിക്കുന്ന വചനം തന്നെ ഇടപെടണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ആത്മീയം. நீங்க எங்க வேலை செய்யணும்னுള്ളതല്ല உங்க விசுவாசத்தை தீர்மானிக்கும். எங்க வேலை செய்தாலும் உங்களுக்குள்ள வாழ்வுന്ന ஆண்டவர் இயேசு அந்த இடத்துல அவருக்காக ஒரு சமயம் கொடுக்கும். ജയിലിൽ കിടന്നാലും അവർ യാത്ര ചെയ്താലും അവർ എവിടെ ഇരുന്നാലും ഒനേസിമോസിനെ ജനിപ്പിക്കും. അടിമത്തത്തിൽ നിന്ന് അവനെ യഥാർത്ഥ രക്ഷയിലേക്ക് അവനെ കൊണ്ടുവന്നു. അവൻ രണ്ട് ശിക്ഷ ഞാൻ പറഞ്ഞല്ലേ, രണ്ട് ശിക്ഷ അവനെ വിട്ടുമാറി. ഒന്ന്, യഥാർത്ഥ അടിമത്തമായിരുന്ന സാത്താന്യ അടിമത്തത്തിൽ നിന്ന് പൗലോസ് അവനെ വിടുവിച്ചു. ഓക്കെ. രണ്ട്, അവന്റെ മുതലാളിയുടെ പക്കൽ അവൻ അടിമയായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് മാറ്റി അവനെ തിരിച്ചുകൊണ്ട് വെക്കുമ്പോൾ പോലീസ് അവനെ പിടിച്ച കേസുണ്ടല്ലോ, ആ കേസില്ലാതാവും. കാരണം മുതലാളിക്ക് കംപ്ലൈന്റ് ഇല്ല. ഹലോ, ഒനേസിമോസ് ഇവിടുന്ന് ഒളിച്ചോടി പോയതാണ്. അവൻ വീട്ടിൽ തിരിക്കാൻ വേണ്ടി പോയതാണ്. കംപ്ലൈന്റ് മാറിപ്പോയി ഇല്ലേ? ഇതാണ് വചനം, ഇതാണ് ദൈവപ്രവൃത്തി. ഒനേസിമോസ് ഓടിപ്പോയി. ദാറ്റ് ഈസ് എ ഫാക്ട് അല്ലേ? എന്നാൽ അത് മാറി. ഇപ്പൊ ഒനേസിമോസിന്റെ ഫിലമോൻ യജമാനൻ പറയുന്നു, അവൻ എനിക്ക് സഹോദരനാണ്. He is no more a slave. Praise the Lord. ഇതാണ് ഇവിടെ ജീവിതം സംഭവിക്കണ്ടേ? നമ്മൾ കർത്താവിന്റെ ഐക്യപ്പെട്ട ഒരു സഭയായി, സംഘമായി, കൂട്ടമായി നിൽക്കണം. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരും കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് ആശ്രയിക്കാം. ഇരിക്കുന്നു.